യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഷൈൻലാൽ. അല്പം മുമ്പാണ് ഷൈൻലാൽ അദ്ദേഹത്തിൻ്റെ സംഘടനാ ഭാരവാഹിത്വം രാജിവെച്ചത്. അതിനുശേഷം വലിയൊരു പ്രഖ്യാപനം കൂടി ഷൈൻലാൽ നടത്തിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശശി തരൂരിനെതിരെ സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ്. ഷൈൻലാൽ തന്നെ ഈ നിമിഷം കൈരളി പ്രേക്ഷകരോടൊപ്പം ചേരുന്നുണ്ട്. അതായത് ഷൈൻലാൽ അല്പം മുമ്പ് പറഞ്ഞത് ശക്തമായ പ്രതിഷേധമാണ്. സ്വതന്ത്രമായി നിലപാട് സ്വീകരിക്കുന്നവർക്ക് യൂത്ത് കോൺഗ്രസിൽ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതിൻ്റെ പ്രതീകമാണ് താങ്കളെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കടുത്ത തീരുമാനം എടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? അല്ല, ഇത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ആവേശത്തിലെടുത്തൊരു തീരുമാനമല്ല. 2009 മുതൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിച്ച് മണ്ഡലം പ്രസിഡന്റ് മുതൽ താഴെത്തട്ട് മുതൽ സംസ്ഥാന സെക്രട്ടറി വരെ ആയ ആളാണ് ഞാൻ. ഏറ്റവും താഴെത്തട്ടിലെ കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും താഴത്തെ ലെവലാണ് മണ്ഡലം പ്രസിഡന്റ്. 2009 ഞാൻ അത് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നയാളാണ്. അതുമുതൽ ഇതുവരെ നാളിതുവരെയും വിവിധ മേഖലകളിൽ അവഗണിച്ചുകൊണ്ടാണ് ഒരു മുന്നോട്ട് പോകുന്നത്. ഈ ഇലക്ഷന് മാത്രമല്ല, കഴിഞ്ഞ 3 ഇലക്ഷനുകളിലും യൂത്ത് കോൺഗ്രസ്സുകാരെ, പ്രത്യേകിച്ച് സ്വതന്ത്രമായി മത്സരിച്ച് വിജയിച്ചു വന്ന ആൾക്കാരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോകുന്നൊരു പ്രവണതയാണ് ഉണ്ടായിരുന്നത്. ഇനിയും അത് വെച്ച് പൊറുപ്പിക്കാൻ ഞാനടക്കമുള്ള ഒട്ടനവധി ചെറുപ്പക്കാർ അതിന് തയ്യാറല്ല. അതുകൊണ്ട് പലരുടെയും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലയിൽ മാത്രമല്ല മറ്റ് വിവിധ ജില്ലകളിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയും അഭിപ്രായവും മാനിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു നിലപാടും ഇങ്ങനൊരു തീരുമാനമെടുത്തത്. വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശശി തരൂർ MP ആണ്. ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി എന്നുള്ളതിൽ സഹകരിപ്പിക്കാനോ കമ്മിറ്റി വിളിക്കുക എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഔദ്യോഗികമായി? ചാനലിൽ എഴുതി കാണിച്ചു ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ UDF സ്ഥാനാർത്ഥിയെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ സ്വകാര്യ അക്കൗണ്ടായ ഫേസ്ബുക്കിൽ അദ്ദേഹം വിജയിക്കാൻ വേണ്ടി ഞാനൊരു പോസ്റ്റ് ഇട്ടത് ഒഴിച്ചാൽ എനിക്കിതുവരെയും ഒരു ഫോൺ വിളിച്ചിട്ട് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം പോലും ഞാൻ എൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഒരു സുഹൃത്ത് വിളിച്ച് കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് ഇലക്ഷൻ കൺവെൻഷൻ നടക്കുക അല്ലെങ്കിൽ ഓഫീസ് ഉദ്ഘാടനം നടക്കുന്ന വിവരം പോലും ഞാൻ അറിയുന്നത്. മറ്റ് ഓരോ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും 10 രൂപ, 15 രൂപ അങ്ങനെ പല വ്യത്യസ്ത എമൗണ്ടുകളായിരുന്നു മെമ്പർഷിപ്പ് ഫീ. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിന് ഒരാൾക്ക് 50 രൂപ എന്ന് പറയുന്ന എമൗണ്ടിലായിരുന്നു ഇലക്ഷൻ പ്രോസസ്സ്. മുന്നേ ഉള്ള ഇലക്ഷനുകൾ മെമ്പർഷിപ്പ് ചേർക്കുകയും ഒറ്റ ദിവസം കൊണ്ട് വോട്ടിംഗ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ദിവസം ചിലവ് മാത്രമേ വരുന്നുള്ളൂ. ഇത് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഇലക്ഷൻ പ്രോസസ്സായിരുന്നു. അപ്പോൾ ഭാരിച്ച ചിലവിലേക്ക് ഈ ഇലക്ഷന് മാത്രം 7.5 ലക്ഷം രൂപ മെമ്പർഷിപ്പിന് വേണ്ടി മാത്രം ചിലവാക്കിയ ആളാണ് ഞാൻ. മറ്റ് തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് ഓർമ്മയില്ല. 2013 നേമം പോലൊരു BJPയുടെ അതിപ്രസരമുള്ള മണ്ഡലത്തിൽ സ്വതന്ത്രമായി മത്സരിച്ച് നിയോജക മണ്ഡലം പ്രസിഡൻ്റായ ആളാണ് ഞാൻ. 4 വർഷങ്ങൾക്ക് ശേഷം എന്നെ ഒരു കാരണവും കൂടാതെ തിരുവനന്തപുരത്തിൻ്റെ അധികായരായ തമ്പാനൂർ രവിയുടെ ഇഷ്ടക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു കാരണവുമില്ലാതെ എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും നിലവിലത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹത്തിന് താല്പര്യമുള്ളൊരു MLAയും പിന്നെ തമ്പാനൂർ രവിയും കൂടി ചേർന്ന് കളിച്ച നാടകത്തിൻ്റെ ഫലമാണ് എന്നെ സസ്പെൻഡ് ചെയ്തതും അതിനുശേഷം എന്നെ 1 വർഷത്തോളം കാലം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. നോമിനേഷൻ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ പത്രിക എഴുതി എല്ലാം വച്ചിട്ടാണ് വന്നത്. ഇന്നലെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കണമെന്ന്. അത് ഇന്നത്തെ യോഗത്തിൽ ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അത് ഇന്നിവിടെ യോഗം വിളിച്ചത്. തീർച്ചയായും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ഷൈൻലാലാണ് പ്രതികരിച്ചത്. 100 കണക്കിന് പേരാണ് ഈ കരമനയിൽ വിളിച്ചു ചേർത്ത വിമത ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തത്. ആ ജനറൽ ബോഡി യോഗത്തിൽ വച്ചാണ് ഷൈൻലാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശശി തരൂരിനെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. യൂത്ത് കോൺഗ്രസിനുള്ളിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിൽ നിരന്തരം യുവാക്കളെ അവഗണിക്കുന്നു. മാത്രമല്ല പിന്നാക്ക വിഭാഗക്കാരെ പൂർണ്ണമായി പാർട്ടി അവഗണിക്കുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഇനി തുടർന്ന് പോകാൻ കഴിയില്ല എന്നതാണ് ഷൈൻലാലിൻ്റെ പ്രഖ്യാപനം. പ്രത്യേകിച്ച് തരൂരിനെതിരെ പരസ്യമായി സ്വന്തം സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.